ഹലോ അസ്സലാമു അലൈക്കും മുത്തുമണികളെ, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തൊക്കെ വർത്താനം? സുഖമല്ലേ? സുഖമാണെന്ന് വിചാരിക്കുന്നു, സുഖമായിരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ യൂട്യൂബ് ഫാമിലി മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ 10K മേലായിട്ടാണ്. അതായത് 10,100 സംതിങ് സബ്സ്ക്രൈബർ ആയിരിക്കുന്നു. അപ്പോൾ അതിന് സെലിബ്രേഷൻ ഇല്ലേ കാര്യങ്ങളില്ലേ എന്നൊക്കെ കുറേ ആൾക്കാരായി നമ്മളെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കുന്നത്. അപ്പോൾ സെലിബ്രേഷൻ നമ്മളതായിട്ടുള്ള രീതിക്ക് ചെറുമട്ടത്തിൽ നമ്മൾ നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. എന്താണ് കരുതിയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കേക്ക് മേക്കിംഗ് ആയാലോ, അത് ഞാൻ തന്നെ ആയാലോ, എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഇതിൻ്റെ കേക്ക് മേക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ട് എന്നുള്ളത് കുറ്റം കുറവുകളൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാ നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ കടയിലേക്ക് എത്തിയിട്ടോ. വർഷോ ഇത് ഫർഷാദ്. ഇപ്പോൾ നമുക്ക് ആദ്യം കേക്കിനുള്ള വിപ്പിംഗ് ക്രീം എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ മക്കളെ കേട്ടോ, നമ്മളെ കേക്ക് കൊണ്ട് സാധനങ്ങളൊക്കെ വാങ്ങി, കരിക്ക് കൊണ്ട് വേറെ വാങ്ങി. ഇനി പാക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ പോയിട്ട് ഉണ്ടാക്കണത് കാണാം. കേക്കിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി കേട്ടോ. എല്ലാവരും ഗ്ലാസ് ബൗളൊക്കെ എടുക്കല്, ഇവിടെ ഗ്ലാസ് ബൗളൊക്കെ ചെറുതാണ്, കാണാനല്ല. അപ്പോൾ തൽക്കാലം കാര്യം നടന്ന പോലെ നമുക്ക്. അപ്പോൾ ഇതാ അതിനുള്ള സാധനങ്ങളൊക്കെ ഇതാക്കി വെച്ചിരിക്കണം. ഇനി ഉണ്ടാക്കുന്ന പരിപാടിക്ക് തുടക്കാം. ആദ്യം പൊട്ടിച്ച് വയ്ക്കട്ടോ. 3 മുട്ടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 2 മുട്ട മതി കേട്ടോ. 1 കിലോ കേക്കൊക്കെ ആണെന്നുവെച്ചെങ്കിൽ 2 മുട്ട മതി ഇത്രേ. പക്ഷെ നമ്മൾ 3 എടുത്തിരിക്കണം. ഇമ്മേന് വീഡിയോ എടുക്കണം, അപ്പോൾ നമുക്ക് നേരത്തിൽ എത്രത്തിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല. അങ്ങനെ 3 മുട്ട എടുത്തിട്ടോ. ഇനി മുട്ട ഒന്ന് നമുക്ക് ബീറ്റർ കൊണ്ട് അടിച്ച് ഇതാക്കണം, ഒന്ന് മിക്സ് ആക്കണം. അപ്പോൾ അതാ മുട്ടിക്ക് ഇനി പഞ്ചസാര ഇടുക കേട്ടോ. കപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഗ്ലാസ്സാണ് കണക്കെടുത്തിരിക്കുന്നത്. അതെ, പഞ്ചസാര ഇട്ടു. പഞ്ചസാര അലിയണ വരെ ഒന്ന് ബീറ്റ് ചെയ്യും. പഞ്ചസാര ഇങ്ങനെ കുറേ അലിഞ്ഞു, വല്ലാതെ പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഞ്ചസാര അലിയണ വരെ ഇങ്ങനെ ബീറ്റ് ചെയ്താൽ മതി. ഇത് കൊഴിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ നേരത്തെ നമ്മൾ ആ പഞ്ചസാര എടുത്ത അതേ അളവുള്ള ഗ്ലാസിൻ്റെ പകുതി സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഇത് കൊഴിച്ച് അതേ സൺഫ്ലവർ ഒഴിച്ച അതേ അളവിൽ തന്നെ പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. പാലൊഴിച്ചു. ഒരു കുറച്ച് 1/2 ടീസ്പൂണോളം വാനില എസൻസ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. വാനില എസൻസ് ഒഴിച്ച് ഇത് അരിച്ചണ നമ്മൾ ചെല്ലടിയിലാണ് കേട്ടോ. നമ്മൾ അടുത്തായിക്ക് ഇടേണ്ട പൊടികൾ അരിച്ചിട്ടാണ് ഇടുക. അപ്പോൾ ഇതാ 1 കപ്പ് മൈദ ഇട്ടു. നമ്മൾ ആ നേരത്തെടുത്ത അതേ അളവിൽ പാൽ ഇതൊക്കെ ഒഴിച്ച അളവിലുള്ള കപ്പിലെ മൈദ എടുത്തു. ഇനി ഇത് 1.5 കപ്പ് ഇടണം കേട്ടോ. കാരണം നമ്മൾ 2 മുട്ടയ്ക്ക് വരെ 3 മുട്ടയാണ് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് വലിയ കേക്കാണെന്ന്, 1 കിലോത്തിലേറെയുള്ള കേക്കാണ് ഉദ്ദേശിച്ചത്. കേക്കാവുമോ എന്നറിയില്ല. അപ്പോൾ ഇതിൽ ഒരു 1.5 കപ്പ് ഉണ്ട് കേട്ടോ മൈദ ഇടുന്നുണ്ട്. അപ്പോൾ അത് ആ കപ്പിൻ്റെ അതേ സെയിം അളവിന് പകുതി കൊക്കോ പൗഡർ നമ്മൾ എടുത്തുകൊണ്ടോ. നമ്മൾ ചോക്ലേറ്റ് കേക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൊക്കോ പൗഡർ ഇട്ടു. ഒരു 1/2 ടീസ്പൂണ് അപ്പസോഡ ഇട്ടു. ബേക്കിംഗ് പൗഡറാണ് കേട്ടോ. ഇത് ബേക്കിംഗ് പൗഡർ ഇട്ടു. ഒരു 1/2 സ്പൂൺ കേട്ടോ. 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടു. പിന്നെ ഇതാ അതിക്ക് നമ്മൾ ഉപ്പ്, കുറച്ച് ഉപ്പ് ഇട്ടോ. നമ്മൾ അങ്ങനെ ഇതാ കൊക്കോ പൗഡർ ഇട്ടു, മൈദ ഇട്ടു, ബേക്കിംഗ് സോഡ ഇട്ടു, ബേക്കിംഗ് പൗഡർ ഇട്ട്, പിന്നെ ഉപ്പ് ഇട്ടു. ഇനി ഇത് മിക്സ് ചെയ്യാൻ എന്താ പറയുക, ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ മക്കളെതാ അരിച്ച് വെച്ച പൊടികളൊക്കെ കൂടിയിട്ട് നമ്മൾ ഇതൊക്കെ ഇടുകയാണ്. കേക്കിൻ്റെ പൊടികളൊക്കെ അതിൽ ഇട്ടു. ഇനി ബീറ്റർ കൊണ്ട് ഒന്നുകൂടി നമുക്ക് ബീറ്റ് ചെയ്യാം. ആദ്യം ഒന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒന്നാകെ പൊടി മേലക്കാവുള്ളൂ. പിന്നെ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ഇതാ കേക്കിൻ്റെ എല്ലാ പൊടികളും എല്ലാം ഇട്ട് മിക്സാക്കി വെച്ച മാവ് റെഡിയായി. ഇനി എന്തിലാണ് ഉണ്ടാക്കാന്നൊക്കെ കാണാം. കാരണം നമ്മളവിടെ ഓവനിലാണ് സാധാരണ ഉണ്ടാക്കുള്ളൂ. പക്ഷേ നമ്മളവിടെ ഓവനും കാര്യങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ എന്തിലാണ് ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കുക്കറാണ് കേട്ടോ. കുക്കർ എടുത്തിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ കുക്കറിൽ ഉള്ളിൽ ഫുള്ള് ഞാൻ തേച്ചിട്ടോ. അതേപോലെ ഒരു ബട്ടർ പേപ്പറാണ് വേണ്ടത്. പക്ഷേ ഞാൻ സാധാ ഒരു വൈറ്റ് നമ്മളെ നോട്ട്ബുക്കിൻ്റെ പേപ്പർ എടുത്തിട്ട് അത് ഓയിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ പേപ്പർ ഇങ്ങനെ വെച്ച് കൊടുക്കുക ആദ്യം. അതേപോലെ ഈ 4 സൈഡും ഓയിലും തേക്കുക.
അങ്ങനെ ഓയിലൊക്കെ തേച്ച് വെച്ചേക്ക് ഇനി നമ്മളാ നേരത്തെ മിക്സാക്കി വെച്ച മിക്സ് ഇങ്ങനെ ഒഴിക്കുക. അപ്പോൾ നമ്മളിതാ കുക്കർക്ക് ആ മിക്സ് ഒഴിച്ച് വെച്ചു. ഞാൻ ഒഴിച്ച് വെച്ച മിക്സ് ഇതാ കുക്കറിൽ ഇങ്ങനെ വെച്ചിട്ട് ഇത് പിടിക്കും. നമ്മൾ കൈ കൊണ്ടൊന്ന് നിലത്ത് അടിയിൽ തുണി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ കുക്കറിൻ്റെ അടി പോകും. ഇതേപോലെ ടാപ്പ് ചെയ്യുക, കാരണം അതിൻ്റെ ഉള്ളിൽ എയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. കുക്കറിൻ്റെ അടപ്പെടുത്തിട്ട് ഇതാ മേലത്തെ വിസിൽ ഊരി കേട്ടോ, വിസിൽ ഊരിയിട്ടാണ് ഇത് അടച്ചേക്കുക. പിന്നെ നമ്മളിതാ ഗ്യാസ് കത്തിച്ചു, അതിൻ്റെ മേലേക്ക് വെക്കുക. എന്നിട്ട് സിമ്മിലാക്കട്ടോ, ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ ഒരു 3/4 മണിക്കൂറോളം ഇത് തുറക്കൊന്നും ചെയ്യാതെ 3/4 മണിക്കൂറോളം ഗ്യാസ് വെക്കുക. കുക്കറിൽ കേക്ക് അവിടെ ആകുമ്പോഴത്തേന് നമുക്ക് അതിനുള്ള ക്രീം ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ക്രീം ഉണ്ടാക്കാൻ ക്രീം എടുത്തു. ഇതാണ് നമ്മളെ ക്രീം. ഈ ക്രീം നേരെ നമ്മളെ ഈ ബൗളിലേക്ക് ഇടാം. അപ്പോൾ ഇതാ ക്രീം നമുക്കിനി മിക്സാക്കാം. അതേപോലെ ബീറ്റർ കൊണ്ട് അടിച്ചിട്ട് പതപ്പിക്കാം. അങ്ങനെ മക്കളേതാ നമ്മളെ വിപ്പിംഗ് ക്രീം ഏറെക്കുറെ റെഡി ആയിട്ടാണ്. അതായത് നമ്മൾ കോരിക്കഴിഞ്ഞാൽ വീഴാത്ത രീതിക്കായി. അപ്പോൾ അതായത് നമുക്ക് നമ്മളെ കേക്ക് എന്തായിന്ന് നോക്കിയേക്കട്ടെ. ഓ ഇതാ കേക്ക് പൊന്തി വന്നിക്കണം കേട്ടോ. നടു മാത്രമേ പൊന്തിയിട്ടുള്ളൂ, അല്ല സൈഡും പൊന്തി വന്നിക്കണം. ഇനി വെന്തോന്ന് നമുക്ക് എങ്ങനെ നോക്കുക ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ കുത്തി വെച്ച് നോക്കിയേക്കാം, അതായത് അയക്കണമെന്നുള്ളതാണ് നോക്കണം. എന്താട്ടോ അപ്പോൾ കേക്ക് റെഡി ആയിക്കണം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഈ സാധനത്തുമ്മേ പറ്റി പിടിക്കേണ്ടതാണ്. അപ്പോൾ ഇതും ഒന്നുമില്ല. അപ്പോൾ കേക്ക് റെഡിയായി. സംഗതി നമ്മുടെ കേക്ക് ഭയങ്കര സോഫ്റ്റ് ആയിക്കണം കേട്ടോ. ഇതാ നല്ല സോഫ്റ്റാണ് കേക്ക്. പിന്നെ ചൂടാറിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാം കേട്ടോ. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം പാരുക അടുപ്പത്തേക്ക്. അതാ ഇനി പഞ്ചസാര ഇതൊക്കെ ഇങ്ങനെ ഇട്ടോ, അതായത് നമുക്ക് ഇങ്ങനെ ഉരുക്കിയെടുക്കാം കേട്ടോ. പഞ്ചസാര വെള്ളം ഉരുകി തിളച്ച് വന്നിക്കണം കേട്ടോ. ഇനി ഇത് വാങ്ങി വെക്കാം. അപ്പോൾ മക്കളെ കാത്തിരിപ്പിനൊടുവിൽ നമ്മളെ കേക്ക് റെഡി ആയിട്ടോ. കേക്ക് റെഡി ആയി എന്ന് പറഞ്ഞാൽ എന്നിട്ട് കാണിച്ചു കൊടുത്തമ്മ പാളിപ്പോയി ഗൈസ്. കേക്ക് അടി കയറുന്നു കേട്ടോ. മേലൊന്നും കുഴപ്പമില്ല, പക്ഷേ അടി കയറിനേക്കണു. കുക്കറിൽ നിന്ന് ഇപ്പോൾ എടുത്ത് നോക്കിയപ്പോഴാണ് അടി കയറുന്നത് കാണുന്നത്. കുഴപ്പമില്ല, ഇതേപോലെ ഇങ്ങനെ ചെത്തിയാൽ മതി. ഇതേപോലെ ഇങ്ങനെ ചെത്തി എടുക്കാം. എന്നാലും പുറത്തായിരിക്കുമല്ലോ നമുക്കുള്ള തന്നെ. അപ്പോൾ ഉണ്ടാക്കുന്നവർ ശ്രദ്ധിക്കുക, വലിയ ഫ്ലെയിമിൽ കത്തിക്കാതെ ഇരിക്കുക. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോൻ്റെ ഇതിൽ ശ്രദ്ധിച്ചിട്ടേ ചെറുതായിട്ട് കത്തിക്കേണ്ടതെന്നൊക്കെ എനിക്കറിയാം. ഞാൻ വീഡിയോയിൽ പറയുകയും ചെയ്തതാണ്. പക്ഷെ ഞാൻ സിമ്മിലിട്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. വീഡിയോയിൽ അങ്ങനെ പറഞ്ഞു പോയി എന്നല്ലാതെ പിന്നെ ലാസ്റ്റ് എത്തിയപ്പോൾ ഒരു പകുതിയൊക്കെ എത്തിയപ്പോഴാണ് ഞാനത് നോക്കണത്. എന്തായാലും ചിലവരെ ശരിയാവും, ചിലവരെ ശരിയാവില്ല. എന്തായാലും ചെറിയ സങ്കടമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമം. പിന്നെ എന്തായാലും കേക്ക് തിന്നുമ്പോൾ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. കേക്ക് സൈഡ് കരിഞ്ഞ ഭാഗം ഒഴിവാക്കിയാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. വേറെ ഇതെങ്ങനെ ഉണ്ട് നോക്കിയേക്കാം. അപ്പോൾ കരിഞ്ഞതൊക്കെ ഒഴിവാക്കിയിട്ടാ, അടിയത്തെയും നേരത്തെയൊക്കെ കരിഞ്ഞതൊക്കെ ഒഴിവാക്കി. ഇത്ര ഭാഗം കരിഞ്ഞു പോയി. ബാക്കിയുള്ള പരിപാടികൾ നോക്കാം. നമുക്ക് കേക്ക് കട്ട് ചെയ്യട്ടോ. മേലത്തെ ഫസ്റ്റ് ലെയർ ചിലവരത് ശരിയാവും, ചിലവരത് ശരിയാവില്ല. എൻ്റെ ശരിയായില്ല, ചിലർ കുഴപ്പമില്ല എന്നാ കുട്ടി പറഞ്ഞ പോലെ. ഇന്ന് പാളി സാർ ഗൈസ്. അതാ ഫസ്റ്റത്തെ ലെയർ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടാ. ഇങ്ങനെ വെക്കാം. ഈ രണ്ടാമത്തെ 3 ലെയറാക്കാം നമുക്ക് മൊത്തം. ഈ രണ്ടാമത്തത് അതാ രണ്ടാമത്തെ ലെയറും നമ്മൾ കട്ട് ചെയ്തു മാറ്റിയാണ്. മാറ്റി മൂന്നാമത്തെ ലെയർ ഇതാ ഇത്, മൂന്നാമത്തെ ലെയറും ഇത്. അപ്പോൾ 3 ലെയറാക്കിയിട്ട് കേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടാ. 3 ലെയറായിട്ട് കേക്ക് കട്ട് ചെയ്തു. ഇനി കേക്ക് നമുക്ക് ഇത് ചൂടാറിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. ചൂടുണ്ട് ഇപ്പോഴും, പക്ഷേ ചൂടാറട്ടെ. അപ്പോൾ ഇതാ മക്കളെ കേക്ക് മേക്ക് ചെയ്യാൻ പോകണമെങ്കിൽ നമ്മൾ എന്താ ക്രീം ഇത് പിന്നെ മിക്സി ആകുമ്പോൾ കിട്ടണല്ലമ്മ, മിക്സി ആകുമ്പോൾ കിട്ടണതാണ്. നമ്മൾ പിന്നെ പ്രൊഫഷണൽ അല്ലല്ലോ, അപ്പോൾ അതിൻ്റെ ചെറിയൊരു തകരാറൊക്കെ ഉണ്ടാവും. പിന്നെ വീഡിയോ
ഇന്ന് കൊളായിക്കൊണ്ട് ഉമ്മാനെ കുറ്റം പറഞ്ഞാൽ മതി കേട്ടോ. കാരണം വീഡിയോ എടുക്കാൻ ആരും ഇല്ലല്ലോ. ഇത് പിന്നെ ഉമ്മാക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയില്ല. എനിക്കും വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും ഇതേപോലെ ഫോണിലോ കണ്ടിട്ട് ഇങ്ങനെ 1-2 വട്ടം ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ ഫസ്റ്റത്തെ കേക്കിൻ്റെ ഇത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടമ്മ ഇത് വെച്ചു കേട്ടോ, ക്രീം തേച്ചു. ഫസ്റ്റത്തെ ലെയറിക്കുള്ള കേക്ക് നമ്മൾ വെക്കുക കേട്ടോ. ഫസ്റ്റ് ലെയറത്തെ കേക്ക് വെച്ച് ഇതൊക്കെ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച പഞ്ചസാര ലായനി ഒന്നുകൂടി സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടാണ് എല്ലായിടത്തും കൂടി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മേലേക്ക് കുറച്ചുകൂടി ക്രീം തേക്കുക. ഇനി ഈ ലെയർ വെക്കാം, ഏറ്റവും ടോപ്പത്തേന്. അപ്പോൾ ഈ ലെയർ വെച്ച് ഞാൻ അതിൻ്റെ മേലെ കുറച്ച് പഞ്ചസാര ലായനി ഒഴിക്കട്ടോ. നമ്മളെ 10Kൻ്റെ സെലിബ്രേഷന് നമ്മൾ ഉണ്ടാക്കുന്ന കേക്ക് പറയുമ്പോൾ ഒരു വേറെ ഇതല്ലേ അമ്മ? ഓക്കേന്നോ? മൂന്നാമത്തെ ഫൈനൽ ലെയറും കൂടി വെക്കാം നമുക്ക്. ഫൈനൽ ലെയർ വെച്ച് അതിൻ്റെ മേലേക്ക് ലാസ്റ്റുള്ള പഞ്ചസാര ലൈന് ഫുള്ളായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടി. അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പ് വിപ്പിംഗ് ക്രീമും അപ്ലൈ ചെയ്താൽ നമ്മളെ കേക്കിൻ്റെ ഒരു പ്രോസസ്സിങ് ഏറെക്കുറെ കഴിഞ്ഞു. ഇനി ഞാൻ ലാസ്റ്റ് സ്റ്റേജ് കാണിച്ചു തരാം കേട്ടോ. കേക്ക് എങ്ങനെയാണ്, എന്താണ്, ഏതാണ്. ഇപ്പോൾ ഉണ്ടാക്കണമൊക്കെ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും എല്ലാവർക്കും. പിന്നെ ഡിസൈനും കാര്യങ്ങളൊക്കെ അവനാൻ്റെ കഴിവ് പോലെ ഉണ്ടാവും. നമ്മൾ പിന്നെ ഇതിൽ പ്രൊഫഷണലോ ഒന്നുമല്ലല്ലോ. പിന്നെ ഈ ലാസ്റ്റ് കാണിച്ചു തരാം, കേക്കിൻ്റെ ലാസ്റ്റ് രൂപം എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മക്കളെ ഫൈനലി നമ്മളെ കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ഉദ്ദേശിച്ചിരുന്നു. ഇതിപ്പോൾ ഏതാണ്ട് എന്തൊക്കെ ഒരു ഫോറസ്റ്റ് ആയിക്കണു. നമ്മളെ കേക്ക് റെഡിയായി. ഡിസൈൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ക്രീം 4 പുറമാക്കി ലാസ്റ്റ് ആ കേക്കിൻ്റെ ബാക്കി ഉണ്ടായിരുന്നില്ലേ, ഇതാ കരിയാത്ത ഭാഗം മേലെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച്, അതെടുത്ത് പൊടിച്ചിട്ട് 4 സൈഡും ഇങ്ങനെ ആക്കി. സിമ്പിൾ ഡിസൈന്. അതേപോലെ ഇവിടെ സെൻറ്ററിൽ ഒരു പ്ലേറ്റ് വെച്ചു. പ്ലേറ്റ് വെച്ചിട്ട് 4 പുറം ഇങ്ങനെ വെതറിയിട്ട് ലാസ്റ്റ് പ്ലേറ്റ് എടുത്തു. ഇനി ചെറിയ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 10K ചെയ്തിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അതിന് നമ്മളെ ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമിൽ കുറച്ച് മറ്റേ സ്ട്രോബെറിയുടെ എസൻസ് കേട്ടോ, കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി നമുക്ക് 10K നെയ്താം. അപ്പോൾ അതിന് പേര് ചെയ്ത ആൾ ഉണ്ടാക്കാം കേട്ടോ. പേര് ചെയ്ത ആൾ ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കവറ് കീറുക, എന്നിട്ട് നമുക്ക് ഇവിടെ ഉരുക്കി ഒട്ടിക്കണം. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ പേര് ചെയ്തുള്ള സാധനം ഉണ്ടാക്കുക ഇങ്ങനെയാണ്. സാധനം റെഡിയായി. ഇനി ഇത് കട്ട് ചെയ്ത് കളയാം. ഇത് നമ്മളാ കളറ് ചേർത്ത വിപ്പിംഗ് ക്രീം ഇതാക്കട്ടോ. ഇത് നമ്മളെ പേര് ചെയ്ത ഉള്ളത് റെഡിയായി. ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കളയാം, എന്നിട്ട് പേര് ചെയ്താൽ മതി. വരുന്നുണ്ട്. എന്താ പേര്? തനക്ക് പേര് ചെയ്തണോ? തനോണ്ടിട്ടോ ഇവിടെ എനിക്ക് എന്ത് ചെയ്ത ഫാമിലിന്നോ? ഫാമിലിക്ക് ഇതിൽ ഫുള്ളൂ എന്തേലും ചെയ്താൽ മതി. ഞാൻ ലൗച്ചിനിട്ടതാണ്. ലൗച്ചിനടെ ഇവിടെ
എവിടെ ഇടീനി അതിനുള്ള ഗ്യാപ്പൊന്നും ഇല്ലടി ഇവിടെ എങ്ങനെയല്ല സാരില്ല മനസ്സിലായി ഉദ്ദേശിച്ചത് അങ്ങനെ കജ്ജിന്ന് പാളിയതാണ് നമ്മളെ പ്രൊഫഷണൽ അല്ലല്ലോ. അപ്പോൾ ഫൈനലി നമ്മളെ കേക്ക് റെഡിയായി. ഇതാട്ടോ കേക്ക്. ഡിസൈനൊന്നും പോരാല്ലേ, എയ്ത്തൊക്കെ പാളിയിക്കണല്ലേ സാധനം. എയ്ത്തൊക്കെ ചെറുതായിട്ട് പാളിയിക്കണു. എന്തായാലും നമുക്കുള്ളതിനല്ലേ, പുറത്തായിരിക്കുമല്ലോ അല്ലേ. നമുക്ക് കേക്ക് ഉണ്ടാക്കണത് ഇപ്പോൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. കേക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്കിനി കട്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. കട്ട് ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഫ്രീസറിൽ കയറ്റി വെക്കാം. ഇത് തുറന്നു തന്നെ ഉണ്ടാക്കിയിട്ട് തുറന്നോ. ഫ്രീസറിക്കല്ലല്ലോ വെക്കുക, ഫ്രിഡ്ജിക്ക് വെക്കാം നമുക്ക് കേട്ടോ. ഇനി തണുക്കട്ടെ, തണുത്തിട്ട് കഴിക്കാം. 10K വിട്ടുന്ന് കാണാൻ ചൊറുക്കൊക്കെ ഉണ്ട് സാധന. അപ്പോൾ ഇതാ കേക്ക് റെഡി ആയിക്കണു. അപ്പോൾ മക്കളെ നമ്മളെ കേക്ക് മേക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കേക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അല്ലറ ചില്ലറ പാളിച്ചകളും പിന്നെ ഡിസൈനിൻ്റെ ഡിസൈനൊക്കെ നമ്മളെ കഴിവ് പോലെ ഉണ്ടാവും കേട്ടോ. കാരണം നമ്മൾ പ്രൊഫഷണലായിട്ട് ഉണ്ടാക്കുന്ന ആളോ കാര്യങ്ങളൊന്നും അല്ലല്ലോ. പക്ഷേ കേക്ക് തിന്നാൻ വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഈ കേക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്ക് കട്ട് ചെയ്യണമൊക്കെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ കേക്ക് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്താ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ ചെയ്യുക. പിന്നെ വീഡിയോയിൽ ചെറിയ ചെറിയ അല്ലറ ചില്ലറ അപാകതകൾ ഉണ്ടെങ്കിൽ അത് ആളില്ലാത്തതുകൊണ്ടാണ്. കാരണം ഉമ്മാക്ക് ക്യാമറ ഇങ്ങനെ പിടിക്കാൻ എൻ്റെ തല ഉണ്ടാവില്ല കുറേ എടുത്താൽ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പറ്റുന്ന പോലെയൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അസ്സലാമു അലൈക്കും.